കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം ബലപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി അധികാരമേറ്റത്. ഏതാണ്ട് 1.5 വർഷം നീണ്ടുനിന്ന ഇലക്ഷൻ ക്യാമ്പയിൻ്റെയും വളരെ വാശിയേറിയ മത്സരത്തിൻ്റെയും അവസാനമാണ് തനിക്ക് ഈ വിജയം കൈവന്നത്. എന്നാൽ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉടനീളം ചർച്ച ചെയ്ത വിഷയം യോഗ്യതയെ സംബന്ധിച്ചുള്ളതാണ്. അവർക്ക് അമേരിക്കയെക്കുറിച്ചുള്ള ദർശനങ്ങൾ തുടങ്ങി മറ്റു പലതും സമാന്തര വിഷയങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യ വിഷയം യോഗ്യതയെ സംബന്ധിച്ചായിരുന്നു. അമേരിക്കയെ രക്ഷിക്കാൻ കമലാ ഹാരിസാണോ അതോ ഡൊണാൾഡ് ട്രംപാണോ യോഗ്യൻ? അവർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുവാനുള്ള പ്രാപ്തി ഈ വ്യക്തികൾക്കുണ്ടോ? പാപിയായ മനുഷ്യനെ പ്രതിനിധീകരിച്ചും അവനോട് സൗമ്യമായി ഇടപെട്ടും കൊണ്ട് ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുവാനുള്ള യോഗ്യത കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടോ? ഒരു മഹാപുരോഹിത നിയമനത്തിനാവശ്യമായ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണോ യേശുവിനെ മഹാപുരോഹിതനാക്കിയത്? അതോ അവൻ കേവലം ദൈവപുത്രനായതുകൊണ്ട് മാത്രം തന്നെ മഹാപുരോഹിതനാക്കിയതാണോ? തന്നിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷ ഉറപ്പാക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയുമോ? ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതിനായി നാം പഠിച്ചുകൊണ്ടിരുന്ന എബ്രായ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങൾ ഞാൻ ഈ വേദഭാഗം വായിക്കാം. മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. എന്നാൽ അഹറോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തൻ്റെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചും ഇരിക്കുന്നു. ഇതിലെ പ്രധാന സന്ദേശം എന്താണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഇതിൻ്റെ കേന്ദ്ര സന്ദേശമായിട്ടിരിക്കുന്നത് കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായ കർത്താവ് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷ നൽകുവാൻ നിയമിക്കപ്പെട്ടവനുമായ മഹാപുരോഹിതനാണ്. ഞാൻ ആവർത്തിക്കാം. കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായ കർത്താവ് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷ നൽകുവാൻ നിയമിക്കപ്പെട്ടവനുമായ മഹാപുരോഹിതനാണ്.
ഇന്നത്തെ സന്ദേശത്തിന് ഞാൻ നൽകുവാൻ ഉദ്ദേശിക്കുന്ന തലക്കെട്ട് കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായ മഹാപുരോഹിതൻ. ദ ഹൈ പ്രീസ്റ്റ് ഹൂ ലേൺഡ് ഒബീഡിയൻസ് ത്രൂ സഫറിങ്. കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായ മഹാപുരോഹിതൻ. ഈ വേദഭാഗത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. 1 മുതൽ 4 വരെ വാക്യങ്ങൾ പഴയ ഉടമ്പടി പ്രകാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മഹാപുരോഹിതൻ്റെ ഔദ്യോഗിക പദവിയും അതിലേക്കുള്ള അവരുടെ നിയമനവും ശുശ്രൂഷയും വിവരിക്കുന്നു. പഴയ ഉടമ്പടി പ്രകാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മഹാപുരോഹിത പദവിയും അതിലേക്കുള്ള അവരുടെ നിയമനവും ശുശ്രൂഷയും. 5 മുതൽ 10 വരെ വാക്യങ്ങൾ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയുന്ന മഹാപുരോഹിതനായി ക്രിസ്തുവിനെ നിയമിക്കുന്നതിനെക്കുറിച്ചും അവൻ ഉറപ്പാക്കുന്ന നിത്യരക്ഷയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയുന്ന മഹാപുരോഹിതനായി ക്രിസ്തുവിനെ നിയമിക്കുന്നതിനെക്കുറിച്ചും അവൻ ഉറപ്പാക്കുന്ന രക്ഷയെക്കുറിച്ചും പ്രതിപാദിപ്പിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം എന്നത് 1 മുതൽ 4 വരെ അധ്യായങ്ങളിൽ 3 തവണ യേശുവിനെ മഹാപുരോഹിതനായി ലേഖനകാരൻ പരാമർശിച്ചിരിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 17, 3-ന്റെ 1, 4-ാം അധ്യായത്തിൻ്റെ 14 വാക്യങ്ങളിൽ. ഇപ്പോൾ താൻ മോശയിക ന്യായപ്രമാണപ്രകാരമുള്ള മഹാപൗരോഹിത ശുശ്രൂഷയും യേശുവിൻ്റെ മഹാപൗരോഹിത ശുശ്രൂഷയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം ഇവിടെ നടത്തുകയാണ് 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളിൽ. അങ്ങനെ ഈ വേദഭാഗം വരാനിരിക്കുന്ന വേദഭാഗത്തിന്, പ്രത്യേകിച്ചും 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 18 വരെയുള്ള വേദഭാഗത്തിന് ഒരു ശരിയായ അടിത്തറ നൽകുന്നു. 1-ാം വാക്യം ആരംഭിക്കുന്നത് ഫോർ എന്ന വാക്കിലാണ്. ഫോർ എവരി ഹൈ പ്രീസ്റ്റ് ടേക്കൺ ഫ്രം എമംഗ് മെൻ ഈസ് അപ്പോയിൻറ്റഡ് ഓൺ ബിഹാഫ് ഓഫ് മെൻ in things pertaining to God in order to offer both gifts and sacrifices for sins. അത് ഈ വേദഭാഗത്തെ 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെ വാക്യങ്ങളുമായിട്ട് ഇൻഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ടും 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെ വാക്യങ്ങളുമായിട്ട് നേരിട്ടും ബന്ധിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെ വാക്യങ്ങളിൽ യേശു ജഡരക്തങ്ങളോടുകൂടിയവനായി വന്നു എന്നും അവൻ വന്നത് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ വേണ്ടിയാണ് എന്നും പറയുന്നു. അതവൻ്റെ ജനങ്ങളുമായുള്ള ഐഡൻറ്റിറ്റി, സോളിഡാരിറ്റി, ശുശ്രൂഷ എന്നിവയെ കാണിക്കുന്നു. യേശുക്രിസ്തുവിന് ജനങ്ങളോടുള്ള താതാത്മ്യം, ഐക്യദാർഢ്യം, ശുശ്രൂഷ എന്നിവയാണ് ഇത് കാണിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെ വാക്യങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നവരോട് ക്രിസ്തു സഹാനുഭൂതിയുള്ളവനാണ് എന്ന് പറയുന്നു. പരീക്ഷിക്കപ്പെടുന്നവരോട് ക്രിസ്തു സഹാനുഭൂതിയുള്ളവനാണ്. അത് തൻ്റെ ഐഡൻറ്റിറ്റിയെയും ഏകതാഭാവത്തെയും അല്ലെങ്കിൽ സോളിഡാരിറ്റിയെയും തത്വത്തിൽ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായി ഈ വേദഭാഗത്തു നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം പഴയ നിയമ മഹാപുരോഹിത നിയമനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുമാണ്. പഴയ നിയമ മഹാപുരോഹിത നിയമനവും ശുശ്രൂഷയും. 1 മുതൽ 4 വരെ വാക്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു.
എന്നാൽ അഹറോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ഈ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ പഴയ നിയമ മഹാപുരോഹിത നിയമനത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ചുമുള്ള ചില പൊതുവായ പ്രമാണങ്ങൾ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പ്രധാനമായും 4 പ്രമാണങ്ങളാണ് ഇവിടെ നിന്നും ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മഹാപുരോഹിതൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉള്ളവനായിരിക്കണം. മഹാപുരോഹിതൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ ആയിരിക്കണം. രണ്ടാമത്തേത്, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുക, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വഴിപാടുകളും യാഗങ്ങളും അർപ്പിക്കുക. അങ്ങനെ ജനങ്ങളെ ദൈവവുമായുള്ള ബന്ധത്തിൽ സൂക്ഷിക്കുക. ഇതാണ് മഹാപുരോഹിതൻ്റെ ജോലി അഥവാ ശുശ്രൂഷ എന്നത്. മൂന്നാമത്തെ പ്രമാണം എന്നത്, മഹാപുരോഹിതൻ ബലഹീനനാകയാൽ ആദ്യം തനിക്ക് വേണ്ടിയും പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയും യാഗമർപ്പിക്കണം. ഇത് ജനങ്ങളോട് സൗമ്യമായി ഇടപഴകാൻ അവനെ പ്രാപ്തനാക്കുന്നു. നാലാമത് അപ്പോയിൻമെൻ്റ് അഥവാ നിയമനത്തെക്കുറിച്ചാണ്. ദൈവമാണ് നിയമനം വഴി മഹാപുരോഹിത പദവി നൽകുന്നത്. ആ പദവിയിലേക്ക് തങ്ങളെ തന്നെ അവരോധിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് അല്പമായി വിശദീകരിക്കുന്നത് പുതിയ നിയമ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയെ മനസ്സിലാക്കുവാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, മഹാപുരോഹിതൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉത്ഭവിക്കുന്നവനാകണം. മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന ഏത് മഹാപുരോഹിതനും എന്ന പ്രസ്താവന മോശയിക നിയമപ്രകാരം ദൈവത്താൽ നിയമിതമായ മഹാപൗരോഹിത്യത്തെ കുറിക്കുന്നു. പഴയ നിയമപ്രകാരം ദൈവത്താൽ നിയമിതമായ മഹാപൗരോഹിത്യത്തെ കുറിക്കുന്നു. ഇവർ ദൈവവുമായുള്ള ബന്ധത്തിൽ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരും നിയമിക്കപ്പെട്ട പുരോഹിത വർഗത്തിൻ്റെ നേതാക്കന്മാരുമായിരുന്നു. ഈ മഹാപുരോഹിതൻ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരും നിയമിക്കപ്പെട്ട പുരോഹിത വർഗത്തിൻ്റെ നേതാവുമായിരുന്നു. മഹാപുരോഹിതൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉള്ളവനാകണം. ഇത് പറയുവാനുള്ള കാരണം അവന് ജനങ്ങളോട് സോളിഡാരിറ്റി അഥവാ ഐക്യദാർഢ്യം ഉണ്ടായിരിക്കണം. ജനങ്ങളുമായി അവൻ ഏകീഭാവമുള്ളവനായിരിക്കണം. അവന് ജനത്തോട് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ, അവന് ജനത്തോട് താതാത്മ്യം പ്രാപിക്കുവാനായിട്ട് കഴിയണം. മാത്രവുമല്ല, ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുവാനും തനിക്ക് കഴിയണം. അവൻ ജനങ്ങളുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനായിരിക്കണം. രണ്ടാമത്തെ പ്രമാണം മഹാപുരോഹിതൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ്. മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുക, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വഴിപാടുകളും യാഗങ്ങളും അർപ്പിക്കുക, അങ്ങനെ ജനങ്ങളെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ സൂക്ഷിക്കുക. ഇതാണ് മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ എന്നത്. ഇവിടെ വഴിപാടും യാഗവും എന്നത് ദൈവജനം തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ദിനം തോറും പിന്നെ വർഷത്തിലൊരിക്കൽ മഹാപാപ പരിഹാര ദിനത്തിലും അർപ്പിച്ചിരുന്ന യാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടാണ് മഹാപുരോഹിതൻ ഈ ശുശ്രൂഷ നിവർത്തിച്ചിരുന്നത്. 10-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങൾ നാം പരിശോധിച്ചാൽ, ഈ യാഗാർപ്പണങ്ങൾ മൂലം പാപികളായ ഇസ്രയേൽ ജനത്തിന്
ഭൗമിക കൂടാരത്തിലെ ദൈവിക സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ കഴിയുമായിരുന്നു എന്ന് നാം അവിടെ കാണുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഒന്ന് രണ്ട് പ്രായോഗികതകൾ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പ്രായോഗികത, ഒരു പൗരോഹിത്യത്തിൻ്റെയും യാഗവ്യവസ്ഥയുടെയും അസ്തിത്വം തന്നെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. മാൻ ഈസ് എസ്ട്രേഞ്ച്ഡ് ഫ്രം ഗോഡ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കൃപയുടെ പ്രവൃത്തിയാണ് മുഴുവൻ യാഗവ്യവസ്ഥയുടെയും അടിസ്ഥാനം എന്നത്. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഈ സംവിധാനം പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് നാം അറിയുന്നു. അവൻ നമ്മുടെ യാഗവസ്തുവും മഹാപുരോഹിതനുമാണ്. യേശുക്രിസ്തു നമ്മുടെ യാഗവസ്തുവും മഹാപുരോഹിതനുമാണ്. അവൻ്റെ ക്രൂശിലെ ഏകയാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവജനത്തെ അവൻ വിശുദ്ധീകരിക്കുകയും താൻ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. 2 ആഴ്ച മുമ്പ് ഞാൻ ട്രാക്റ്റ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഒരു മുസ്ലിം സഹോദരൻ ഞാൻ കൊടുത്ത ഒരു ട്രാക്റ്റ് വായിച്ച ശേഷം എന്നോട് ചോദിച്ചു, യേശുവിന് എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിക്കുവാനായിട്ട് കഴിയുക എന്ന്. ഞാൻ അവന് നൽകിയ മറുപടി, യേശു മനുഷ്യനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ വന്ന ദൈവപുത്രനാണ് എന്ന കാര്യം. അതുകൊണ്ട് തനിക്ക് മനുഷ്യവർഗത്തെ പ്രതിനിധാനം ചെയ്യുവാൻ കഴിയും. മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും ദൈവപുത്രൻ എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു പാപവും ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാണ്. തൻ്റെ മരണം മനുഷ്യൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായുള്ള ഒരു ബലി മരണമായിരുന്നു. ആ യാഗം ദൈവം സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവായി ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. മാത്രവുമല്ല, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യേശുവിന് എനിക്കും താങ്കൾക്കും വേണ്ടി മരിക്കുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിന് മുൻപും യേശുക്രിസ്തുവിന് ശേഷവും അങ്ങനെ ഒരു വ്യക്തിത്വം മനുഷ്യചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ വിശദീകരണം അദ്ദേഹം ഏറെക്കുറെ സ്വീകരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ കൈവശമുണ്ടായിരുന്ന 3-4 ട്രാക്റ്റുകളും ചില ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളൊക്കെ ഞാൻ കയ്യിൽ കരുതിയിരുന്നു. അതും ഒരു പുതിയ നിയമവും ഞാൻ അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം ആ ട്രാക്റ്റുകളെല്ലാം സ്വീകരിച്ചതിന് ശേഷം പുതിയ നിയമം എനിക്ക് മടക്കി തന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലും ഒരു പുതിയ നിയമം ഇരിപ്പുണ്ട്. അതുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടി അദ്ദേഹം ആ പുതിയ നിയമം എനിക്ക് മടക്കി തരുവാൻ ഇടയായി. വളരെ സൗഹൃദമായി അദ്ദേഹത്തോട് സംസാരിക്കുവാൻ കഴിഞ്ഞു എന്നത് എനിക്കും വളരെ സന്തോഷം നൽകി. രണ്ടാമത്തെ പ്രായോഗികതയായി, ദൈവം പാപത്തെ എത്ര ഗൗരവമായി വീക്ഷിക്കുന്നു എന്ന കാര്യമാണിത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം പാപത്തെ വളരെ ഗൗരവമായി വീക്ഷിക്കുന്നു. രക്തം ചിന്തിയുള്ള ഒരു യാഗത്തിലൂടെ മാത്രമേ ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുവാനായിട്ട് മനുഷ്യന് സാധിക്കുകയുള്ളൂ. ആ യാഗമാണ് യേശുവിൻ്റെ രക്തം ചിന്തിയുള്ള മരണം. പക്ഷേ ആളുകൾ പലപ്പോഴും പാപത്തെ ഗൗരവമായി കാണാറില്ല. എന്നാൽ പഴയ നിയമം വായിക്കുന്ന ഏതൊരു മനുഷ്യനും പാപപരിഹാരം വലിയ ചെലവുള്ള സംഗതിയാണ് എന്ന് അംഗീകരിക്കും. മൂന്നാമത്തെ പ്രമാണം, ജനങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കുന്നതിന് മുൻപ് മഹാപുരോഹിതൻ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം യാഗമർപ്പിക്കണം.
മഹാപുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കുന്നതിന് മുമ്പ് തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം യാഗമർപ്പിക്കണം. ലേവ്യാപുസ്തകം 16:11 നാം വായിക്കുന്നത്, പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹ്റോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അറുക്കേണം. അത് കാണിക്കുന്നത് മഹാപുരോഹിതൻ്റെ ബലഹീനതയാണ്. മഹാപുരോഹിതനും ബലഹീനനാണ് എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. മഹാപുരോഹിതനും പാപം ചെയ്യുന്നവനാകയാൽ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ അവൻ ബാധ്യസ്ഥനാകുന്നു. എന്നാൽ ഈ ബലഹീനതയ്ക്ക് ഒരു വീണ്ടെടുപ്പ് മൂല്യമുണ്ട്. ദിസ് വീക്ക്നെസ് ഹാവ് എ റിഡംറ്റീവ് വാല്യൂ. വീണ്ടെടുപ്പ് മൂല്യം. അത് എന്താണ് ഈ വീണ്ടെടുപ്പ് മൂല്യം? അജ്ഞരും വഴിതെറ്റുന്നവരുമായി സൗമ്യമായി ഇടപെടകുവാൻ മഹാപുരോഹിതനെ അത് പ്രാപ്തനാക്കുന്നു എന്നുള്ളതാണ് ആ വീണ്ടെടുപ്പ് മൂല്യം. തനിക്കും തെറ്റ് പറ്റുന്നവനാണ് എന്ന കാര്യം അത് അവനെ ഓർമ്മിപ്പിക്കുന്നു. പാപികളുമായി ഇടപഴകുന്ന പുരോഹിതന്മാർക്ക് നിരവധി കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ പാപത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് പാളയത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. പാപം ചെയ്യുന്ന വ്യക്തിക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം. ഇനിയും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, മഹാപുരോഹിതനുമായി അടുപ്പമുള്ളവരോട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയോ സമൂഹത്തിലെ സ്ഥാനമോ പരിഗണിച്ചുകൊണ്ട് പാപത്തിൻ്റെ ഗൗരവത്തെ കുറച്ചുകൊണ്ട് മൃദുവായ സമീപനം സ്വീകരിക്കാം. അതല്ലെങ്കിൽ പാപം ചെയ്യുന്ന വ്യക്തിയോട് വളരെ കോപത്തോടുകൂടെ ഇടപെടാം. ഈ രണ്ട് നിലപാടും ശരിയല്ല എന്ന സൂചനയാണ് ഈ വാക്യം നൽകുന്നത്. ഈ വിഷയത്തിൽ ഒരു ബാലൻസ് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പാപത്തെ ഗൗരവത്തോട് തന്നെ കാണുകയും അതേസമയം പാപിയെ സൗമ്യതയോടെ കൈകാര്യം ചെയ്യുകയും വേണം. പാപത്തെ ഗൗരവത്തോടെ കാണുകയും അതേസമയം പാപിയെ സൗമ്യതയോടെ കൈകാര്യം ചെയ്യുകയും വേണം. ഇതിന് വളരെ സഹിഷ്ണുത ആവശ്യമാണ്. സഹിഷ്ണുതയുണ്ടെങ്കിലേ പാപത്തെ ഗൗരവത്തോടെയും പാപിയെ ക്ഷമയോടെയും കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു സവിശേഷതയാണ് യേശുക്രിസ്തുവിനെ നിസ്തുല്യനാക്കുന്നത്. തൻ്റെ അടുക്കൽ വരുന്ന പാപികളോട് വളരെ അനുകമ്പയോടെയാണ് താൻ ഇടപെട്ടത് എന്ന് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. എന്നാൽ സ്വയം നീതിമാന്മാരെന്ന് അഭിമാനിക്കുന്ന പരീശന്മാരെ കഠിനമായി ശാസിക്കുവാനും യേശു മടിച്ചിരുന്നില്ല. യേശുവിനെ തൻ്റെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി ആതിഥ്യമരുളിയ പരീശനായ ശീമോനെ താൻ ശാസിക്കുകയും അതേസമയം പാപിനിയായ സ്ത്രീയെ താൻ ആശ്വാസവാക്കോടെ പറഞ്ഞയക്കുകയും ചെയ്യുന്നതായി ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 50 വരെ വാക്യങ്ങളിൽ നാം വായിക്കുന്നു. മഹാപുരോഹിതൻ സൗമ്യതയോടെ ആളുകളോട് ഇടപെടുന്നതിൻ്റെ മറ്റൊരു നേട്ടം ജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ തുറന്ന മനസ്സോടെ മഹാപുരോഹിതനോട് ഇടപെടുവാൻ സാധിക്കും, അല്ലെങ്കിൽ അതവരെ പ്രോത്സാഹിപ്പിക്കും എന്ന കാര്യമാണ്. മഹാപുരോഹിതൻ ആളുകളോട് സഹാനുഭൂതിയോടെ ഇടപെടുന്നതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾക്ക് മഹാപുരോഹിതനോട് തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുവാനും മാനസാന്തരപ്പെടുവാനും അവർ ഉത്സാഹം കാണിക്കും. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യം ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ചിട്ടുള്ള പൗരോഹിത്യമാണ്. മാത്രമല്ല, ഈ പൗരോഹിത്യത്തിന് നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരുമാണ്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യം ദാനമായി ലഭിച്ചിരിക്കുന്നതും അതിന് ദൈവത്തോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരുമാണ്.
ഇതിനോടുള്ള ബന്ധത്തിൽ പുതിയ നിയമ സഭയെ സംബന്ധിച്ചും എൽഡേഴ്സിനെ സംബന്ധിച്ചും വിശ്വാസികളെ സംബന്ധിച്ചും ചില പ്രായോഗികതകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പ്രായോഗികത, വിശ്വാസികളുടെ പാപത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് സഭയെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സഭയ്ക്കുണ്ട്, അതുപോലെ എൽഡേഴ്സിനുണ്ട്. പാപത്തെ ഗൗരവത്തോടെയും പാപിയെ ക്ഷമയോടെയും കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടാൽ അത് സഭയെ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് മാത്രമല്ല, അത് ഉളവാക്കുന്ന ദോഷഫലങ്ങൾക്ക് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യും. പക്ഷേ ഇന്ന് പല സഭകളിലും ഈ നിലയിലല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അത് വളരെ ദുഃഖത്തോടുകൂടെ ഓർക്കാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇവിടെ ഞാൻ എന്നോട് തന്നെയും നേതൃത്വത്തിലിരിക്കുന്ന മറ്റുള്ളവരെയും ഒരു ആത്മശോധനയ്ക്കായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വാസികളുടെ തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാനും തെറ്റുകൾക്ക് അധീനനാണ് എന്ന ബോധ്യത്തോടെ വളരെ സൗമ്യതയോടെയാണോ അത് കൈകാര്യം ചെയ്യുന്നത്? തെറ്റ് ചെയ്തവർ അത് അംഗീകരിക്കുവാനും തിരുത്തുവാനും കഴിയണമെന്ന ലക്ഷ്യമാണോ അതിന് പിന്നിലുള്ളത്? അതോ അവരെ എങ്ങനെയും കണ്ടം ചെയ്യണം എന്നുള്ള ഉദ്ദേശ്യത്തോടെയാണോ നാം അവരോട് ഇടപഴകുന്നത്? ഇനി വിശ്വാസികളെ സംബന്ധിച്ച് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, മൂപ്പന്മാർ ദൈവം മുമ്പാകെ പാപത്തോടുള്ള ബന്ധത്തിൽ കർശന നടപടി സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരാണ്. അവരുടെ ഉത്തരവാദിത്തം ഏറ്റവും ഗൗരവത്തോടെ നിവർത്തിക്കുവാൻ അവരെ അനുവദിക്കുക എന്നതാണ്. തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കുവാനും സഹവിശ്വാസികളോട് കൂട്ടുചേർന്ന് അതിന് പ്രതിരോധം തീർക്കുവാനും അവർ തുനിയരുത്. ഇന്ന് പല സഭകളിലും അതാണ് കണ്ടുവരുന്നത്. പാപത്തെ പാപമായി കണ്ട് അതിനെ പരിഹരിക്കുവാൻ ശ്രമിക്കാതെ പക്ഷം ചേർന്ന് വിഭാഗീയത സൃഷ്ടിക്കുന്നു. അത് സഭയിൽ ഭിന്നതയ്ക്കും വഴക്കുകൾക്കും ശിഥിലീകരണത്തിനും കാരണമായിട്ട് തീരുന്നു. ദൈവവചനത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടും ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ടുമാണ് ഇത് സഭകളിൽ സംഭവിക്കുന്നത്. ദൈവം പാപത്തെ വളരെ ഗൗരവമായി കാണുന്നു എന്ന ബോധ്യത്തിൽ ദൈവമക്കൾ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ പ്രായോഗികതയായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, പുതിയ നിയമ വിശ്വാസികൾക്കും തുറന്ന മനസ്സോടെ മൂപ്പന്മാരോട് ഇടപഴകുവാനായിട്ട് കഴിയണം എന്ന കാര്യമാണ്. ഇത് വിശ്വാസികൾക്ക് തങ്ങളുടെ തെറ്റുകൾ എൽഡേഴ്സിനോട് തുറന്നു പറയുവാനും മാനസാന്തരപ്പെടുവാനും അവസരം ഒരുക്കുന്നു. ഇനി ഇവിടെ അജ്ഞരും വഴിതെറ്റുന്നവരും എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് അജ്ഞതയിലൂടെ വഴിതെറ്റുന്നവർ എന്നാണ്. അങ്ങനെയാണ് എഫ് ബ്രൂസ് എന്ന പണ്ഡിതൻ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. അറിവില്ലായ്മയാൽ വഴിതെറ്റിപ്പോകുന്നവർ, അതല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ പാപം ചെയ്യുന്നവർ. പഴയ നിയമ യാഗങ്ങൾ ദൈവം രൂപകൽപ്പന ചെയ്തിരുന്നത് അബദ്ധവശാൽ പാപം ചെയ്യുന്നവർക്ക് വേണ്ടിയായിരുന്നു. മനഃപൂർവ്വം പാപം ചെയ്യുന്നവരോട് യാഗമർപ്പിക്കുവാൻ പഴയ നിയമം ആഹ്വാനം ചെയ്യുന്നതേയില്ല. സംഖ്യാപുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ. എന്തെന്നാൽ അവർ ദൈവത്തോട് ധിക്കാരം കാണിക്കുകയാണ്. മനഃപൂർവ്വം പാപം ചെയ്യുന്നവർ ദൈവത്തെ ധിക്കരിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. മാത്രവുമല്ല, മനഃപൂർവ്വം പാപം ചെയ്യുന്നവർ ദൈവത്തെ അതിലൂടെ നിന്ദിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ അവർക്ക് യാതൊരു യാഗവും പഴയ നിയമം നിഷ്കർഷിക്കുന്നില്ല. പുതിയ നിയമവും ഇക്കാര്യത്തിന് അടിവരയിടുന്നു. എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 26 മുതൽ 29 വരെ വാക്യങ്ങൾ.
സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയേയുമുള്ളൂ. അതുകൊണ്ട് മനഃപൂർവ്വം ആരും പാപം ചെയ്യുവാൻ തുനിയരുത് എന്ന അപേക്ഷയാണ് എനിക്ക് നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാനുള്ളത്. ഇനി ഈ പറഞ്ഞ പ്രമാണങ്ങളെല്ലാം തന്നെ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിൽ എങ്ങനെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. യേശു ദൈവമാണ്, അതേസമയം മനുഷ്യനെ പ്രതിനിധാനം ചെയ്യുവാൻ മനുഷ്യനായി ജഡമെടുത്ത വ്യക്തിയുമാണ്. മനുഷ്യൻ കടന്നുപോയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും പരീക്ഷകളെയും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് തനിക്ക് മനുഷ്യൻ്റെ വേദന നന്നായി അറിയാം. താൻ ഈ പ്രതിസന്ധികളിലൂടെ ഒക്കെയും കടന്നുപോയെങ്കിലും ഒരു പാപവും ചെയ്യാതെ ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ബലഹീനരായ മനുഷ്യരോട് സഹതാപം കാണിപ്പാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതനാണ്. അതിനെക്കുറിച്ചാണ് 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെ വാക്യങ്ങളിൽ നാം കഴിഞ്ഞ തവണ ചിന്തിച്ചത്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന മഹാപുരോഹിതനാണ്. ഹീസ് എ കമ്പാഷണേറ്റ് ഹൈ പ്രീസ്റ്റ്. അവൻ മനസ്സലവുള്ള അനുകമ്പയുള്ള മഹാപുരോഹിതനാണ്. ഇതാണ് വിശ്വാസികളെ പേഴ്സീവറൻസ് അഥവാ സ്ഥിരോത്സാഹത്തിലേക്ക് നിലനിർത്തുവാൻ സഹായിക്കുന്നത്. അത് നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് നമ്മെ നയിക്കുന്നു. 2-ാമത്തെ പോയിന്റായി ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയുന്ന മൽക്കീസദേക്യൻ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു. നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയുന്ന മൽക്കീസദേക്യൻ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് ക്രിസ്തു. പഴയ ഉടമ്പടി പ്രകാരമുള്ള മഹാപൗരോഹിത്യവുമായി ബന്ധപ്പെട്ട സാർവത്രിക തത്വങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിലുള്ള മഹാപുരോഹിതൻ്റെ വെളിപ്പെടലിലേക്ക് ലേഖനകാരൻ ഇപ്പോൾ തിരിയുകയാണ്. പുതിയ നിയമ മഹാപുരോഹിതനായി യേശുക്രിസ്തു വെളിപ്പെടുകയാണ്. എന്നാൽ ഇവിടെ അഹറോന്യ പിന്തുടർച്ച ആയിട്ടല്ല ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം വരുന്നത്. കാരണം യേശു ലേവി ഗോത്രക്കാരൻ ആയിരുന്നില്ല. പഴയ നിയമത്തിൽ അഹറോൻ്റെ സന്തതികൾക്കാണ് മഹാപൗരോഹിത്യം നൽകിയിരുന്നത്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു മഹാപുരോഹിതനായിട്ട് വരുന്നു എന്ന് കേൾക്കുന്നത് അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുമായിരുന്ന കാര്യമല്ല. അതുകൊണ്ട് ലേഖനകാരൻ ഈ കാര്യം വളരെ തൻ്റെ പൗരോഹിത്യം എങ്ങനെ വന്നു എന്ന കാര്യം താനിവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇവിടെ യേശുവിനെ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നാണ് ലേഖനകാരൻ പറയുന്നത്. ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപൗരോഹിത്യമാണ്. അത് അഹറോന്യ പൗരോഹിത്യത്തിന് മുന്നമേയുള്ള മഹാപൗരോഹിത്യമാണ്. അഹറോനെ തിരഞ്ഞെടുക്കുന്നതിന് വളരെ മുന്നമേ തന്നെ
മൽക്കീസദേക്കിനെ ദൈവം തിരഞ്ഞെടുത്തു. മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യത്തിനോ ആരംഭമോ അവസാനമോ ഇല്ല. അതുകൊണ്ട് യേശുവിൻ്റെ മഹാപൗരോഹിത്യം അഹറോന്ന മഹാപൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠവും എന്നേക്കും നിലനിൽക്കുന്നതുമായിട്ടുള്ള മഹാപൗരോഹിത്യമാണ്. ആ ക്രമപ്രകാരമുള്ള യേശുവിൻ്റെ മഹാപൗരോഹിത്യ നിയമനത്തെക്കുറിച്ചാണ് 5-6 വാക്യങ്ങളിൽ പറയുന്നത്. അടുത്ത സബ് പോയിൻ്റായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത നിയമനത്തെക്കുറിച്ചാണ്. 2ൻ്റെ A പോയിൻ്റായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത നിയമനം. അതിന് 5-6 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വയം എടുക്കുകയായിരുന്നില്ല, മറിച്ച് തന്നെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുകയായിരുന്നു. ക്രിസ്തു തന്നെ മഹാപുരോഹിതൻ്റെ മാന്യമായ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുകയായിരുന്നില്ല. യേശു സ്വയം മഹാപുരോഹിതനായി തന്നെ പുകഴ്ത്തുകയോ ബഹുമാനം ചോദിച്ചു വാങ്ങുകയോ ചെയ്തതായിട്ട് നാം വായിക്കുന്നില്ല. ക്രിസ്തുവിന് മഹത്വം വരുന്നത് പിതാവിൽ നിന്നാണ്. യേശുവിന് മഹത്വം വരുന്നത് മറ്റ് വ്യക്തികളിൽ നിന്നാണ്. അവൻ ഒരിക്കലും സ്വന്തം മഹത്വം അന്വേഷിച്ചില്ല. തീവ്രമായ ഏകാഗ്രതയോടെ തന്നെ അയച്ച പിതാവിൻ്റെ മഹത്വം അന്വേഷിക്കുകയായിരുന്നു യേശുക്രിസ്തു ചെയ്തത്. പ്രായോഗികതയായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക കാര്യം, ഇന്ന് സ്വയമഹത്വമാണ് പലരുടെയും ലക്ഷ്യം. അതിനെന്തെല്ലാം ചെയ്യാമോ അതെല്ലാം അവർ ചെയ്തു കൂട്ടുന്നു. ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്നവർ ഇന്ന് വളരെ വിരളമാണ്. അതിൻ്റെ പരിണത ഫലം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളുമാണ്. അഹ്റോനെ ദൈവം വിളിച്ചതുപോലെ ക്രിസ്തുവിനെയും ആ സ്ഥാനത്തേക്ക് വിളിക്കുകയായിരുന്നു. ക്രിസ്തുവിനെ പിതാവായ ദൈവം നിയമിക്കുകയായിരുന്നു. 2 സങ്കീർത്തന ഉദ്ധരണികളാണ് ലേഖനകാരൻ അതിന് ആധാരമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. സങ്കീർത്തനം 110:4 സങ്കീർത്തനം 2:7. സങ്കീർത്തനം 110:4 ഇപ്രകാരം വായിക്കുന്നു: നീ മൽക്കീസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുതപിക്കുകയുമില്ല. സങ്കീർത്തനം 2:7 നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് രണ്ടും യേശുവിനോടുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ്. യേശുവിനോടുള്ള ദൈവത്തിൻ്റെ ഓരോ പ്രഖ്യാപനം. ഒന്ന്, യേശു മഹാപുരോഹിതൻ എന്ന പ്രഖ്യാപനം. 2, യേശു ദൈവപുത്രൻ എന്ന പ്രഖ്യാപനം. ഇനിയും യേശു ദൈവപുത്രനാണ്, അതുപോലെ യേശു മഹാപുരോഹിതനാണ്. ഈ 2 കാര്യങ്ങൾ നാം മനസ്സിലാക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല ലേഖനകാരൻ ഈ ഒരേ സമയത്തുള്ള ഈ 2 ഉദ്ധരണികളുടെയും ലക്ഷ്യമായിട്ടിരിക്കുന്നത്. അത് യേശുവിൻ്റെ അധികാരത്തെയാണ് അത് കാണിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ അധികാരം. എന്തുകൊണ്ട് ഞാൻ യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം എന്ന് ഒരുവൻ ചോദിച്ചാൽ, യേശുവിൻ്റെ അധികാരം ദൈവത്തിൽ നിന്ന് വന്നതാണ്. ദൈവത്തിൽ നിന്ന് അത് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതുകൊണ്ട് ഞാൻ യേശുവിനെ അനുസരിക്കണം. മാത്രവുമല്ല, വിശ്വാസികളെ പേഴ്സീവറൻസിലേക്ക് അല്ലെങ്കിൽ സ്ഥിരോത്സാഹത്തിലേക്ക് പ്രചോദിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ അധികാരത്തിന് മാത്രമേ
സാധിക്കുകയുള്ളൂ. നാം എത്ര ശക്തമായിട്ട് ഒരു കാര്യം ഇവിടെ നിങ്ങൾ ചെയ്യണം 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 എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അധികാരമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ അത് അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും പ്രചോദിപ്പിക്കുകയുള്ളൂ. വിശ്വാസികളെ സ്ഥിരോത്സാഹത്തിനായി ഉത്സാഹിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ അധികാരത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി എബ്രായ ലേഖന പശ്ചാത്തലത്തിൽ നാം ഇത് ചിന്തിച്ചാൽ അഹ്റോന്യ പൗരോഹിത്യത്തെക്കാൾ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ശ്രേഷ്ഠവും തൻ്റെ യാഗം പഴയ നിയമയാഗങ്ങളെക്കാൾ എന്തുകൊണ്ടും ഉന്നതമാണ് എന്നതാണ് എഴുത്തുകാരൻ്റെ ഈ എബ്രായ ലേഖനത്തിലെ വാദഗതി എന്നുള്ളത്. യേശുക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന് ദൈവത്തോട് ശരിയായ ബന്ധം സാധ്യമാവുകയുള്ളൂ. യേശുവിൻ്റെ ഉന്നതമായിട്ടുള്ള സ്ഥാനവും പദവിയും മനുഷ്യന് ദൈവത്തോട് സത്യസന്ധമായിട്ടുള്ള ഒരു ബന്ധം സാധ്യമാക്കുന്നു. അതുകൊണ്ട് എബ്രായ വിശ്വാസികൾ പഴയ നിയമയാഗങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് തികച്ചും ഭോഷത്വമാണ് എന്നുകൂടി താൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി ഞാൻ ഈ വേദഭാഗത്ത് നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, എങ്ങനെയാണ് യേശു നമ്മുടെ സഹതാപമുള്ള മഹാപുരോഹിതനായി തീർന്നത് എന്ന കാര്യമാണ്. 2 പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത്, യേശു എങ്ങനെയാണ് നമ്മുടെ സഹതാപമുള്ള മഹാപുരോഹിതനായിട്ട് തീർന്നത്. 7ഉം 8ഉം വാക്യങ്ങൾ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി ദൈവവുമായി യേശുവിനുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ യേശുവിൻ്റെ മഹാപൗരോഹിത്യ നിയമനം നൽകുകയായിരുന്നില്ല, മറിച്ച് കഷ്ടപ്പാടുകളിലൂടെയും അനുസരണത്തിൻ്റെയും സഹിഷ്ണുതയിലൂടെയും പാതയിലൂടെയാണ് യേശു മഹാപുരോഹിത പദവിയിൽ എത്തിയത്. അതായത് യേശുവിൻ്റെ മഹാപൗരോഹിത്യ നിയമനത്തിലേക്കുള്ള പാത എങ്ങനെയുള്ള പാതയായിരുന്നു എന്ന കാര്യമാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. യേശുവിൻ്റെ ജനനത്തോടെ ഈ പാത ആരംഭിക്കുന്നു. അത് തന്നെ തൻ്റെ താഴ്മയുടെ ഏറ്റവും വലിയ തെളിവാണ്. ദൈവമായിരുന്ന വ്യക്തിയാണ് ജഡാവതാരം സ്വീകരിച്ചത്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് എന്ന പ്രയോഗം പൊതുവെ യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ അനുഭവങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തെ അത് സൂചിപ്പിക്കുന്നു. എന്നാൽ 7-8 വാക്യങ്ങളുടെ ബാക്കി ഭാഗം തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനം കഴിക്കുകയും ചെയ്തു എന്ന പ്രസ്താവന പരോക്ഷമായി സങ്കീർത്തനത്തിലെ പീഡിതന്മാർ നടത്തുന്ന വേദനാജനകമായിട്ടുള്ള പ്രാർത്ഥനകളിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. ഉദാഹരണമായിട്ട് സങ്കീർത്തനം 22-ന്റെ 19, 21 വാക്യങ്ങൾ, പിന്നെ സങ്കീർത്തനം 13-ന്റെ 3, 4, സങ്കീർത്തനം 6, 4, 5 അതൊക്കെയും അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ അത് യേശുവിൻ്റെ ഗെത്സമന തോട്ടത്തിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുന്ന കാര്യവും കൂടിയാണ്. യേശുവിൻ്റെ ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥന തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പാരമ്യത്തെ കാണിക്കുന്നു. ഇതിൽ നിന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രമാണം, യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം വിശ്വാസികൾക്ക് ഒരു മാതൃകയായിരിക്കണം എന്നതാണ്. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമുക്കൊരു മാതൃകയായിരിക്കണം. ഇനി വേദനാജനകമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നാണെങ്കിലും പിതാവിൻ്റെ ഹിതത്തിന് തന്നെ വിധേയപ്പെടുത്തുക എന്നതായിരുന്നു യേശുവിൻ്റെ പാത എന്നത്. ആ പാതയിലൂടെ കടന്നുപോയതിന് ശേഷമാണ് യേശു മഹാപുരോഹിതനായിട്ട് നിയമിക്കപ്പെട്ടത്.
യേശുവിൻ്റെ ഗെത്സമനയിലെ പ്രാർത്ഥന തന്നെ ക്രൂശുമരണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന അർത്ഥത്തിൽ ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല എന്ന് അതിൻ്റെ ഫലം സൂചിപ്പിച്ചേക്കാം. എന്നാൽ പുത്രൻ്റെ പുനരുത്ഥാനത്തിലൂടെ ദൈവം യേശുവിൻ്റെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ദൈവം യേശുവിൻ്റെ ഭക്തി നിർഭരമായ സമർപ്പണത്തിന് ഉത്തരം നൽകി. യേശുവിനെ പോലെ എന്ത് വില കൊടുത്തും നാം ദൈവത്തിനും അവൻ്റെ ഇഷ്ടത്തിനും സമർപ്പിതരായിരിക്കണം എന്ന കാര്യമാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിനെ പോലെ എന്ത് വില കൊടുത്തും നാം ദൈവത്തിനും അവൻ്റെ ഇഷ്ടത്തിനും സമർപ്പിതരായിരിക്കണം. ചില പ്രായോഗികതകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും വിടുതൽ നേടാനുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകിയതുപോലെ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിരുദ്ധമായി തോന്നുന്ന നിലയിൽ ദൈവം പ്രവർത്തിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ സർവജ്ഞാനിയായ ദൈവം നമ്മുടെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിക്കുന്ന ദൈവവും കൂടിയാണ് എന്ന കാര്യം നാം ഓർക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായ ഉത്തരമാണ് ലഭിച്ചത് എന്ന് നമുക്ക് തോന്നിയാൽ കൂടി അതിന് ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക എന്നതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. രണ്ടാമത്തെ പ്രായോഗികതയായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, പ്രാർത്ഥനയും അനുസരണയുള്ള വിശ്വാസവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ്. കുരിശിൽ പിതാവിനെ അനുസരിക്കുവാൻ യേശു ഗെത്സമനാത്തോട്ടത്തിൽ പ്രാർത്ഥിച്ചു. പ്രലോഭനത്തിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കുവാൻ എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും പറയുകയുണ്ടായി. പിതാവിനോടുള്ള അനുസരണത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും നാം യേശുവിനെ അനുഗമിക്കണം. മൂന്നാമത്തെ പ്രായോഗികതയായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹം വലിയ പരീക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നതിൽ നിന്ന് നമ്മെ തടയുന്നില്ല എന്ന കാര്യമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ശരിയാണ്, പക്ഷേ കഷ്ടതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പിതാവ് പുത്രനെ സ്നേഹിച്ചു, എന്നിട്ടും കുരിശായിരുന്നു തനിക്ക് ലഭിച്ചത്. അവൻ നമ്മെയും സ്നേഹിക്കുന്നു, എന്നാൽ കഷ്ടതയിലൂടെ ദൈവം നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുന്നു എന്ന കാര്യം നാം വിസ്മരിക്കരുത്. പ്രായോഗികത നാലാമതായിട്ട് ഞാൻ പറയുന്നത്, പരീക്ഷണ ഘട്ടങ്ങളിൽ ആഴത്തിലുള്ള വികാരങ്ങൾ അനുഭവപ്പെടുന്നത് തെറ്റല്ല എന്നുള്ളതാണ്. നഷ്ടസമയത്ത് ദുഃഖം സ്വീകാര്യമായിട്ടുള്ള ഒരു വികാരമാണ്. അതിന് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതും ദൈവത്തോട് കയ്പുള്ളവരായിരിക്കുന്നവരും ആയിരിക്കരുത്. അതുകൊണ്ട് ആ വികാരങ്ങളെ നാം ദൈവത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. യോബിനെ പോലെ നമ്മുടെ കണ്ണുനീരിൻ്റെ മധ്യത്തിലും ദൈവത്തോട് പറയണം, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഞ്ചാമതായിട്ട് യേശു പ്രാർത്ഥിച്ചു, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറ്റട്ടെ എന്ന്. ക്രൂശിലൂടെ മരണത്തിലേക്കും പുനരുത്ഥാനത്തിലൂടെ സ്വർഗാരോഹണത്തിലേക്കും നയിക്കുവാൻ യേശുവിൻ്റെ സ്ഥിരോത്സാഹത്തിലൂന്നിയുള്ള പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ നാം പ്രാർത്ഥിക്കുന്നത് പോലെ അവൻ നമ്മുടെ അപേക്ഷകൾക്ക് കൃത്യമായി ഉത്തരം നൽകിയില്ല എന്ന് വന്നേക്കാം. എന്നാൽ നാം പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായി നമ്മെ തന്നെ സൂക്ഷിക്കാം. 1 പത്രോസ് 4:7. പുത്രൻ എങ്കിലും എന്ന പ്രയോഗം പിതൃപുത്ര ബന്ധം മഹാപുരോഹിതന് നിയമനത്തിലുള്ള പാത എളുപ്പമാക്കിയില്ല എന്ന കാര്യമാണ് ലേഖനകാരൻ ഇവിടെ പറയുന്നത്. ഈ പിതൃപുത്ര ബന്ധം മഹാപൗരോഹിത്യ സ്ഥാനത്തേക്കുള്ള നിയമനം അത് എളുപ്പമാക്കിയില്ല. അതായത് താൻ ദൈവപുത്രനായിരുന്നത് കൊണ്ട് മഹാപുരോഹിതനായി യേശുവിനെ പെട്ടെന്ന് നിയമിക്കുകയായിരുന്നില്ല. ഒരു രാജാവ്
തൻ്റെ കിരീടമെടുത്ത് തൻ്റെ മകൻ്റെ തലയിൽ വെച്ചുകൊണ്ട് മകനെ അടുത്ത രാജാവായി വാഴിക്കുന്നത് പോലെ പാരമ്പര്യത്താൽ ആ സ്ഥാനം യേശുവിന് നൽകുകയായിരുന്നില്ല. ഈ ദൈവപുത്രൻ കഷ്ടപ്പാടുകളിലൂടെയുള്ള അനുസരണത്തിൻ്റെ പാത പൂർത്തീകരിച്ചതിന് ശേഷം താൻ മഹാപുരോഹിതനായി നിയമിക്കപ്പെടുകയായിരുന്നു. കഷ്ടതയിലൂടെ തേജസ്സിലേക്ക് താൻ പ്രവേശിക്കുകയായിരുന്നു. ആദ്യം കഷ്ടത, പിന്നെ കിരീടം. താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീരുകയാണ് ഉണ്ടായത്. ക്രിസ്തു അനുസരണം പഠിച്ചു എന്നും തികഞ്ഞവനായി തീർന്നു എന്നുള്ള പ്രയോഗങ്ങൾ പല തെറ്റായ വ്യാഖ്യാനങ്ങൾക്കും വഴിവെച്ചിട്ടുള്ള പ്രയോഗങ്ങളാണ്. എന്നാൽ രചയിതാവ് ഈ പദപ്രയോഗങ്ങളിലൂടെ റൈച്വസ് സഫറർ, നീതിമാനായ പീഡിതൻ അഥവാ നീതിമാനായ എൻ്റെ ദാസൻ എന്ന ബൈബിളിൻ്റെ ഒരു പൊതുവായ ആശയമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. യെശയ്യാ 53:10-11 വാക്യങ്ങളിൽ ഇത് വളരെ വ്യക്തമാണ്. ഞാനത് വായിക്കാം. യെശയ്യാ 53:10-11 വാക്യങ്ങൾ. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടത വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. നീതിമാനായിരുന്നിട്ടും നമുക്ക് വേണ്ടി യേശു പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്നത് പുത്രൻ അനുസരണക്കേട് കാണിച്ചു എന്നോ ന്യൂനതകൾ ഉള്ളവനായിരുന്നു എന്നോ അല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് പിതാവ് അവനെ നിയമിച്ച ഒരു പാതയുടെ അവസാനം വരെ അനുസരണയോടെ നടന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. അതാണ് യേശുവിൻ്റെ വിളിയിൽ ഉൾപ്പെട്ടിരുന്നത്. പുത്രൻ കഷ്ടപ്പാടുകളുടെ വിദ്യാലയത്തിലൂടെ കടന്നുപോയി അനുഭവത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിൽ താൻ എത്തുകയാണ് ഉണ്ടായത്. പുത്രൻ കഷ്ടതയുടെ സ്കൂളിൽ നിന്ന് തൻ്റെ ബിരുദം നേടുകയാണ് ഉണ്ടായത്. അതാണ് ടെലിയോത്തസിസ്, തികഞ്ഞവനായി അല്ലെങ്കിൽ പൂർണ്ണനായി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. തികഞ്ഞവനാക്കുന്ന പാതയുടെ അവസാന ഘട്ടമായിരുന്നു യേശുവിൻ്റെ ക്രൂശീകരണം. നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു യാഗവുമായി സിംഹാസനത്തിൻ്റെ മുൻപാകെ വരുവാൻ അവൻ അങ്ങനെ തികഞ്ഞവനായി തീർന്നു. അടുത്ത സംഭവത്തിൻ്റായി ഈ വേദഭാഗത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം യേശു എങ്ങനെയാണ് നിത്യരക്ഷയുടെ ഉറവിടം ആയിത്തീർന്നത് എന്ന കാര്യമാണ്. രണ്ടാമത്തെ പോയിൻ്റ്, എങ്ങനെയാണ് യേശു നിത്യരക്ഷ നൽകുന്നത്. നമുക്ക് 9-10 വാക്യങ്ങൾ വായിക്കാം. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. പുത്രൻ പൂർണ്ണതയിൽ എത്തിയതിൻ്റെ സന്തോഷകരമായിട്ടുള്ള ഫലത്തെക്കുറിച്ചാണ് 9-10 വാക്യങ്ങൾ പറയുന്നത്. അവൻ നിത്യരക്ഷയുടെ ഉറവിടം ആയിത്തീർന്നു. പാപയാഗമായി സ്വയം സമർപ്പിച്ച തൻ്റെ ക്രൂശുമായി ബന്ധപ്പെട്ടാണ് പുരോഹിതൻ്റെ പൂർണ്ണ പ്രക്രിയ അവസാനിക്കുന്നത്. പാപയാഗമായി സ്വയം സമർപ്പിച്ച തൻ്റെ ക്രൂശുമായി ബന്ധപ്പെട്ടാണ് പൂർണ്ണത പ്രക്രിയ അവസാനിക്കുന്നത്. ഹെബ്രായ രചയിതാവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ മരണത്തിൽ ചൊരിയപ്പെട്ട രക്തമാണ് രക്ഷയിലേക്കുള്ള വാതിൽ തുറന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത, ക്രിസ്തുവിനെ അനുസരിക്കുന്നവർക്കാണ് രക്ഷ വരുന്നത് എന്ന കാര്യമാണ്. അനുസരിക്കുക അഥവാ ഒബേ എന്നതിന് ഹിപാക്കോവോ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രവർത്തികൾ 12:13 അതിൻ്റെ ഉപയോഗം ഒഴികെ ഈ ക്രിയാപദം എപ്പോഴും അനുസരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരാളുടെ ഇഷ്ടം മനസ്സിലാക്കുക, ആ ഇഷ്ടത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുക അല്ലെങ്കിൽ സമർപ്പിക്കുക. യേശു അനുസരണം പഠിച്ചതുപോലെ
രക്ഷ ആഗ്രഹിക്കുന്നവരും കർത്താവിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തേണ്ടവരാണ്. യേശുവിൻ്റെ ഭൗമിക കഷ്ടപ്പാടുകൾ തൻ്റെ ഇഷ്ടത്തിന് വിധേയമായി പ്രതികരിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ ആളുകളെ ക്ഷണിക്കുകയാണ്. കഠിനമായ കഷ്ടപ്പാടുകൾക്കിടയിലും യേശു സഹിഷ്ണുതയോടെ തൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടത്തിലേക്ക് വിധേയപ്പെടുത്തുന്നത് പോലെ വിശ്വാസികൾ ദൈവഹിതം നിവർത്തിക്കുന്നതിനായി പൂർണ്ണമായിട്ടുള്ള സ്വയത്യാഗത്തിന് അല്ലെങ്കിൽ പരിത്യാഗത്തിന് തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഇനി പീഡനത്തിന് ഇരയായി തീർന്നാലും ഈ വിളി നമ്മിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ പ്രായോഗികതയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അനുസരണയുള്ള വിശ്വാസം മാത്രമാണ് രക്ഷിക്കുന്ന വിശ്വാസം. ഇത് വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്ന പ്രമാണത്തെ എതിർക്കുകയല്ല, മറിച്ച് വിശ്വാസിയും പ്രവൃത്തിയും പരപൂരകമായിട്ടുള്ള കാര്യമാണ് എന്ന് ഓർമ്മിക്കുകയാണ്. രക്ഷിക്കുന്ന വിശ്വാസം അനുസരണം ഉളവാക്കുന്ന വിശ്വാസമാണ്. ആ രക്ഷിക്കുന്ന വിശ്വാസം അത് അനിവാര്യമായിട്ടും സൽപ്രവർത്തികളിൽ കലാശിക്കുന്ന ഒരു വിശ്വാസമാണ്. പുത്രൻ്റെ കഷ്ടതയുടെ ഫലമായി മൽക്കീസദേക്കിൻ്റെ ക്രമമനുസരിച്ച് മഹാപുരോഹിതൻ്റെ സ്ഥാനം നികത്താൻ ദൈവം അവനെ നിയമിച്ചിരിക്കുന്നു എന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടാണ് ലേഖനകാരൻ ഈ വേദഭാഗം അവസാനിപ്പിക്കുന്നത്. ഈ വേദഭാഗം ഇനി വരാൻ പോകുന്ന വേദഭാഗത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് അങ്ങനെ തീരുകയും ചെയ്തു. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞത് പഴയ നിയമ മഹാപുരോഹിത നിയമനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുമാണ്. ആ സ്ഥാനത്തേക്ക് യേശു പിതാവിനാൽ നിയമിക്കപ്പെടുകയായിരുന്നു. രണ്ടാമതായി പറഞ്ഞത് നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയുന്ന മൽക്കീസദേക്യൻ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് ക്രിസ്തു. തുടർന്ന് എങ്ങനെയാണ് യേശു നമ്മുടെ മഹാപുരോഹിതനായി തീർന്നത്, സഹതാപമുള്ള മഹാപുരോഹിതനായി തീർന്നത് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. പിന്നീട് എങ്ങനെയാണ് യേശു നമുക്ക് നിത്യരക്ഷ നൽകുന്നത്. ഒരുപക്ഷെ വലിയ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറുന്ന ഇന്നത്തെ ലോക നേതാക്കൾക്ക് തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്തിരിയുകയോ തനിക്കത് നിവർത്തിക്കുവാൻ കഴിയാതെ പോകുകയോ ചെയ്തേക്കാം. എന്നാൽ സ്വന്തം ജീവനെ നൽകി നമ്മെ സ്നേഹിച്ച കർത്താവ് നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ നമ്മോട് സഹതാപം കാണിക്കുന്നവനും തക്ക സമയത്ത് നമ്മെ സഹായിക്കുവാനായി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിലകൊള്ളുന്നവനുമാണ്. സകല അധികാരവും നൽകപ്പെട്ടവനും എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എന്ന് അവകാശപ്പെട്ടവനുമാണ് അവൻ. അവൻ പറഞ്ഞതൊന്നും ഇതുവരെ നിവർത്തിക്കാതിരുന്നില്ല, ഇനിയുള്ള കാര്യങ്ങളും അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ രക്ഷയുടെ ഉറവിടമായിരിക്കുന്ന യേശുവിനെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പ്രതികൂലങ്ങളിലും പീഡനങ്ങളിലും വിശ്വാസത്തിൽ സ്ഥിരത ആർജിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.